ചൈനയിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ഇന്ത്യയിലും കണ്ടെത്തി. ബംഗളൂരുവിന് പിന്നാലെ ഗുജറാത്തിലും HMPV വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചു. അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ബംഗളൂരുവിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ 3ഉം 8ഉം മാസം പ്രായമുള്ള കുട്ടികളിലും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസവും പ്രായമുള്ള കുട്ടിയിലുമാണ് HMPV വൈറസ് ബാധ കണ്ടെത്തിയത്. ചൈനയിലെ HMPV വ്യാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിലും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രോഗം കണ്ടെത്തിയ ബംഗളൂരുവിലെ 2 കുട്ടികൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ അവരിലെ വൈറസ് ബാധയ്ക്ക് ചൈനയുമായി ബന്ധമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പനിയും ജലദോഷത്തെയും തുടർന്ന് അഹമ്മദാബാദ് ചന്ദേഖേഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 മാസം പ്രായമുള്ള കുട്ടിയെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് പോസിറ്റീവായത്. ബംഗളൂരുവിലാണ് ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. സ്വകാര്യ ലാബിലെ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. എന്നാൽ അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടേക്കാം. അതേസമയം കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ചികിത്സാ ക്രമീകരണങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ സംസ്ഥാനങ്ങൾ സജ്ജമാകണമെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനം അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.